നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ മോണോ കളർ പെയിൻറ്റിങ്. അപ്പോൾ മോണോ കളർ പെയിൻറ്റിങ്ങിൽ അറിയാലോ, ഒരു കളർ വെച്ചിട്ടാണ് നമ്മളത് പെയിൻറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഒരു കളറിനെ തന്നെ അതിൻ്റെ ലൈറ്റും ഡാർക്കും ഡാർക്കസ്റ്റും എല്ലാം ഒരു കളർ. നമുക്ക് ഒരു കളറിനെ നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുമ്പം അതിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ലൈറ്റ് ഡാർക്കസ്റ്റൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് കളർ ലൈറ്റായിട്ടും വരും, വെള്ളം കുറയുന്നതിനനുസരിച്ചിട്ട് കളറ് ഡാർക്കായിട്ടും വരും അല്ലേ. അപ്പം ഞാനിന്ന് ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഗാന്ധിജിയെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ ലൈറ്റും ഡാർക്കസ്റ്റും എല്ലാം ഒറ്റ കളർ, ഈ ഒരു കളർ കൊണ്ട് മാത്രം നമുക്കൊരു ചിത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് വാട്ടർ കളറിൻ്റെ ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാട്ടർ കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഇതാണ്, മോണോ കളറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വാട്ടർ കളറിൻ്റെ തിയറി ബേസിക് അറിയാമല്ലോ. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് നമ്മൾ കളർ ചെയ്യുന്നത് അല്ലേ. ലൈറ്റ് ടു ഡാർക്കാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ലൈറ്റ് കളർ വാഷ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് കിട്ടും? ഗ്രേ കളറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഗ്രേ കളർ വെച്ചിട്ട് നമുക്കെന്ത് ചെയ്യാം? ഫസ്റ്റത്തെ കളർ വാഷ് ചെയ്യാം. നമ്മൾ ഈ ഹൈലൈറ്റ് വരുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ വിട്ടുവയ്ക്കണം കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ ലെയർ. ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയിട്ട് വേണം നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിൻ്റെ ഈ സെക്കൻഡ് ലെയർ ചെയ്യണം. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത ആ ബ്ലാക്കിൻ്റെ നമ്മൾ ഗ്രേ ആക്കിയില്ലേ ലൈറ്റായിട്ട്, അപ്പോൾ അതിൽ കുറച്ചും കൂടി കളർ കൂട്ടുക. അപ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു കളർ വരും. നല്ല ഡാർക്ക് എടുക്കാൻ പാടില്ല, കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ വരും. അത് വെച്ചിട്ട് നമുക്കതിൻ്റെ സെക്കൻഡ് ലെയർ വാഷ് ചെയ്യാം.
ഹെയറിൻ്റെ ഭാഗമെല്ലാം സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായ ഇങ്ങനെ തുറന്നിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തുമെല്ലാം നല്ല ഡാർക്കാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഈ ഹെയറിൻ്റെ മീശയുടെ ആ ലൈനൊക്കെ ഇങ്ങനെ നമ്മൾ താഴെ ഇങ്ങനെ വിട്ടുവയ്ക്കണം ഒരു ഭാഗത്ത്. എന്നിട്ട് അതിലേക്ക് ഓപ്പണായിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഈ ഭാഗത്ത് കുറച്ച് ഡാർക്ക് വരാനുണ്ട്, അത് കൊടുത്തു. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തൊരു ഡാർക്ക് വരാനുണ്ട്, അത് കൊടുത്തു. ഇവിടെയും ഫുൾ ഡാർക്കാണ്. ഇവിടെ ഒരു ലൈറ്റിങ്, ഇവിടെ ലൈറ്റിങ്, ഫുൾ ഡാർക്ക്. ഇപ്പുറത്തെ ചെവി, അതിൻ്റെ എന്താ ഇവിടെ ഡാർക്ക് വരും. പിന്നെ ഇതിൻ്റെ ഇൻഭാഗം ഇവിടെ ഡാർക്ക് വരും, അതുപോലെ ഇവിടെ ഡാർക്ക് വരും. ലിപ്പിൻ്റെ ഇവിടെ ഒരു ഡാർക്കാണ്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഡാർക്ക്. ഇതാണ് അതിൻ്റെ സെക്കൻഡ് ലെയർ, ഡാർക്കായിട്ട് ചെയ്യുന്ന സെക്കൻഡ് ലെയർ. ഇനി മൂന്നാമത്തത് ചെയ്യേണ്ടത്, മൂന്നാമത്തെ ഡാർക്കിൽ. അപ്പോൾ നമുക്കിത് കണ്ണിന്ന് ചെയ്ത് തുടങ്ങാം. കണ്ണിൻ്റെ കൃഷ്ണമണിയില്ലേ, അവിടെ നിന്ന് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ ചെയ്ത സമയത്ത് കണ്ണിൻ്റെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ കണ്ണും എല്ലാം കൂടി ചെയ്യുമ്പം വെള്ളം ജാസ്തിയായിട്ട് മിക്സായി പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലങ്ങ് കുളമായി പോകും. അപ്പോൾ ഇനി കാട്ടുന്നത് കണ്ണിൻ്റെ അവിടെ വെച്ച് കണ്ണ് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ലൈറ്റ് കളർ തന്നെ എടുക്കണം. ലൈറ്റ് കളർ എടുത്തിട്ട് കണ്ണ് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ്, കണ്ണിൻ്റെ അകത്ത് വരുന്ന ലൈറ്റിങ് ഒഴിവാക്കി വെക്കാം. ഓക്കെ, ഇനി അവിടുന്ന് ചെറിയൊരു കളറൊന്ന് നമുക്കൊന്നിങ്ങനെ എടുത്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ ഡാർക്ക്, നമ്മുടെ കൃഷ്ണമണി ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും മിഡിലുണ്ടാകുന്ന ഭാഗം ഭയങ്കര ഡാർക്കായിരിക്കുമല്ലോ അല്ലേ, ഡാർക്ക് പോയിൻ്റ് ആയിരിക്കും. അത് നമുക്കൊന്ന് വെച്ച് കൊടുക്കുക. ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ വെക്കണം, എന്നാലാണ് നമുക്കത് സ്പ്രെഡായിട്ട് കിട്ടുള്ളൂ. അത് ചെയ്തു. എന്നിട്ടാകുമ്പം അതിനെ ഒന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇത് നമുക്കിങ്ങനെ ചെയ്യാം.
എന്നിട്ടൊന്ന് ബ്രഷ് കഴുകണം. ബ്രഷ് കഴുകിയതിന് ശേഷം ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതുപോലെ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും രണ്ടാമത്തെ ഭാഗവും ചെയ്തു കൊടുക്കും. ചെയ്യാം. വേറെ ബ്രഷ് എടുക്കുക, അതിൻ്റെ സൈഡ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ബ്ലർ ചെയ്ത് വിടുക. ഗ്ലാസ്സിലേക്കൊന്നും അധികം ആവാതെ നോക്കണം.
ഇവിടെയും ചെറുങ്ങനെ ഒന്ന് ബ്ലർ ചെയ്തിട്ട് വിടണം. സ്പെക്സിൻ്റെ താഴെ വീഴുന്ന ലൈന് നമുക്ക് ഡാർക്കായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. മുകളിലും വേണം, അതൊരു ലൈറ്റ്ലി മതി. ഒരു സൈഡ് കൊടുത്തിട്ട് നമുക്കിതിനെ കൊണ്ടൊന്ന് ചെയ്യാം, ഒന്നിങ്ങനെ വലിച്ചൊന്ന് ഇട്ടാൽ മതി. ഇനി നമുക്ക് അടുത്തത് മൂക്കിലേക്കാണ് പോകേണ്ടത്. മൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരൊറ്റ കളർ തന്നെ, ഈ ഡാർക്ക് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഡാർക്ക് പ്ലേസിലും നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ മുകൾ ഭാഗം തീർത്ത് വരാം കേട്ടോ, അല്ലെങ്കിൽ കൈവെക്കുമ്പോഴേ അവിടെയൊക്കെ പ്രശ്നമാവും. ഈ മൂക്കിങ്ങനെ വരുമ്പോൾ അതിൻ്റെ താഴത്ത് ഷാഡോ വരും, മൂക്കിൻ്റെ ഷാഡോ മീശയിലേക്കൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഡാർക്ക് വരുന്നത്. ഇവിടെയെല്ലാം കുറച്ച് ഡാർക്ക് വരാനുണ്ട്. ഈ ഡാർക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്പെക്സിൻ്റെ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ, ആ റൗണ്ട് ഷേപ്പ്. ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് എടുക്കണം. അത് ചെയ്യാം. എന്നിട്ട് വായയുടെ അകത്തുള്ള ഡാർക്ക് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം.
നമുക്ക് ലിപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള ലൈൻ ഇട്ടാൽ മതി. എന്നിട്ട് താഴ്ഭാഗത്ത് ഡാർക്ക് വരുന്നത്, ഇവിടെ ഒരു ഡാർക്ക് ഉണ്ട്, ആ ഡാർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ലൈറ്റായിട്ട് ഇന്നലേക്ക് ഡാർക്ക് കൊണ്ട് പ്ലേസിൽ ഒന്ന് വലിച്ചു കൊടുക്കും. നമുക്കിനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യണം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ലൈറ്റ് കളറും ഒരു ഭാഗത്ത് ഡാർക്ക് കളറായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ഡാർക്കായിട്ട് വന്ന ഭാഗത്ത് നമുക്കെന്ത് ചെയ്യണം, ലൈറ്റ്ലി കളർ വാഷ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് കളർ എടുത്തിട്ട് വാഷ് ചെയ്യണം. ലൈറ്റായിട്ടുള്ള ഭാഗത്ത് കളർ കുറച്ച് ഡാർക്കായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് മനസ്സിലാവുള്ളൂ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, നമ്മുടെ മോണോ കളർ വെച്ചിട്ട് ഒരു പോർട്രേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് തരുമ്പോഴാണ് വീണ്ടും വീണ്ടും വരയ്ക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവുന്നത്, ചെയ്യാനും തോന്നുന്നത്. ഓക്കെ, അപ്പം വീണ്ടും പ്രതീക്ഷിക്കുന്നു.